എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവ്യ സന്ദേശവുമായി ക്രിസ്മസ് ഒരിക്കൽ കൂടി ആഗതമാകുന്നു. ദൈവമനുഷ്യനായ മണ്ണിൽ അവതരിച്ചതിന്റെ അനുസ്മരണമാണ് ക്രിസ്മസ്. നാം നമ്മുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമൊക്കെ വിവാഹത്തിനും ജന്മദിനത്തിനും സമ്മാനങ്ങൾ നൽകാറില്ല. അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വസ്തുക്കളായിരിക്കാം. എന്നാൽ പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിന് സമ്മാനമായി നൽകി. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബെത്ലഹേമിലെ മേച്ചിൽപ്പുറങ്ങളിൽ പകൽ മുഴുവൻ ആടുകളെ മേയിച്ച് തളർന്നു ഉറങ്ങുകയായിരുന്നു കുറെ ആട്ടിടയന്മാർ. അപ്പോഴവരുടെ ചെവികളിൽ മാലാഖമാരുടെ സ്വരം വന്ന് പതിച്ചു. അവർ അതിവേഗം അങ്ങോട്ട് ചെന്ന് ജോസഫിനെയും മറിയത്തിനെയും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും അവർ കണ്ടു. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് നമുക്കൊരുക്കാം. ആകാശത്തിന്റെ പറവകളെ പോലെ ആവശ്യമായ ഒരു കതിർക്കൊല മാത്രം കണ്ടെത്തുന്ന കുലീനതയുടെ വിത്തുകളായി നമുക്ക് മാറണം. ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന പുണ്യദിനം ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്ന സവിശേഷമായ ഓർമ്മയാണ് ഉണ്ണീശോയുടെ വളർത്തുപിതാവായ യോസേപ്പിതാവ്. ഒരു പുതിയ ജീവിത രീതിയാണ് ബെത്ലഹേം സമ്മാനിക്കുന്നത്. വചനമാംസമായി പിറന്ന രാവ് ആഘോഷിക്കുന്നു. അത് വചനമാംസമായില്ലെന്നുള്ള യഥാർത്ഥമായി മാറുന്നു. ക്ഷമ പഠിപ്പിക്കുന്ന ദൈവം ക്ഷമിക്കാനാവാത്ത നാം, കാരുണ്യം മാത്രമായി യേശു കാരുണ്യമില്ലാത്ത പ്രകൃതമായ നാം ഈ ക്രിസ്മസ് രാവിനെ സത്യമാക്കാൻ നമ്മുടെ വാക്കുകളെ സമൃദ്ധമായി ഒരുക്കാം. ഹെറോദോസ് വധിച്ച അനേകം കുഞ്ഞുങ്ങളുടെ രക്തം വാർത്ത മണ്ണിലാണ് ഈശോ അതിജീവിച്ചത്. കുഞ്ഞുങ്ങളെ പോലെയാകാൻ പുൽക്കൂട്ടിലെ കുഞ്ഞ് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു. ഇളം പ്രായത്തിൽ എളിമയോടും വിശ്വസ്തയോടും കൂടെ വളരാൻ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.